Welcome to Electrochemistry. Section 2 Conductance. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. Question number 26. Give the equation for electrical resistance in terms of length of conductor L and area of cross section A. എന്താണ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? ഇതാണ് ചോദ്യം. നോക്കൂ, R proportional to L by A. Resistance of a conductor is directly proportional to length and inversely proportional to area of cross section. Length കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, ഈ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റി. R സമം റോ ഇൻറ്റു റോ, RHO, റോ എന്നാണ് വായിക്കുക, റോ ഇൻറ്റു L ബൈ A. റോ ഈസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. R സമം റോ ഇൻറ്റു L ബൈ A, where rho is proportionality constant known as resistivity or specific resistance. ഇനി ഒരു നോട്ട്, റോ കാണാനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം? റോ സമം എന്ത് വരും? A ഇങ്ങോട്ട് വരും, R ഇൻറ്റു A, L താഴേക്ക് ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ R ഇൻറ്റു A ബൈ L. അപ്പോൾ റോ സമം R ഇൻറ്റു A ബൈ L. ഇനി നോക്കൂ, വെൻ ലെങ്ത് ഇസ് ഈക്വൽ ടു 1 മീറ്റർ, ഇത് 1 എന്നാണ്. ഓക്കെ, ഇത് 1 എന്നാണ്, വേറെ കളറിൽ കൊടുക്കുക. വെൻ ലെങ്ത് ഇസ് ഈക്വൽ ടു 1 മീറ്റർ, ലെങ്ത് 1 ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, എന്ത് സംഭവിക്കും? A ഒന്നാണ്, L ഒന്നാണ്. റോ സമം R എന്ന് വരും, റോ സമം R എന്ന് വരും, കാരണം A ഒന്നാണ്, L ഒന്നാണ്. ഇപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. എപ്പോൾ കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയായിരിക്കണം? 1 മീറ്റർ സ്ക്വയർ, അതായത് യൂണിറ്റി ആയിരിക്കണം. Resistivity is the resistance offered by a conductor having 1 meter length and 1 meter square area of cross section. 1 centimeter എന്നും 1 centimeter square എന്നും ഒക്കെ ഉപയോഗിക്കാം. SI സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ടാണ് ഇവിടെ മീറ്റർ എന്ന് ഉപയോഗിച്ചത്. ചെറിയ ലെങ്ത് ആവുമ്പോൾ സെൻറ്റിമീറ്റർ പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് പല ബുക്കുകളിലും സെൻറ്റിമീറ്റർ എന്നും എഴുതി കാണാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഡാഷ്. നമുക്ക് നോക്കാം. റെസിസ്റ്റിവിറ്റി സമം R, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഓ. ഏരിയ മീറ്റർ സ്ക്വയർ, ലെങ്ത് മീറ്റർ, ഇപ്പം മീറ്റർ സ്ക്വയറും മീറ്ററും അല്ലേ, ഒരു എം ക്യാൻസൽ ചെയ്തു, ബാക്കി വരുന്നത് ഓം മീറ്റർ. അപ്പം ആൻസർ കിട്ടി. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഇതാണ് എൻ്റെ സിമ്പൽ, ഓം മീറ്റർ. അല്ലെങ്കിൽ ഒരു ഐഫൺ ഉണ്ടാവും, ഓം മീറ്റർ. ഓക്കെ, ഓം മീറ്റർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കണ്ടക്ടൻസ്? ആൻസർ നോക്കൂ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് കണ്ടക്ടൻസ്. ജി എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത്.
ചില ബുക്കുകളിൽ സി എന്നും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ജി എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ജി സമം 1/r. 1/r. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസിന് പകരം നമുക്ക് റോ ഇൻറ്റു L/A എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇക്വേഷൻ ഇങ്ങനെ മാറും. റോ അല്ലേ, റെസിസ്റ്റൻസിന് പകരം റോ ഇൻറ്റു L/A എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഇക്വേഷൻ ഇതുപോലെയായിട്ട് മാറും. നിങ്ങൾ എഴുതി നോക്കണം. 1/, ഇത് 1 ആണ്, 1/ρ ഇൻറ്റു A/L എന്നായിട്ട് മാറും. 1/ρ എന്നുള്ളതിനെ K എന്ന് എഴുതാം. 1/ρ എന്നുള്ളതിനെ നമുക്ക് K എന്ന് എഴുതാം. 1/ρ എന്നുള്ളതിനെ നമുക്ക് K എന്ന് എഴുതാം. K എന്നുള്ളതിനെ വിളിക്കുന്ന പേര് കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്നാണ്. കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ്. അപ്പം K എന്ന് പറഞ്ഞാൽ 1/ρ ആണ്. അപ്പം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, അതാണ് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, അതിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി. ക്ലിയർ ആയല്ലോ? ഇനി കേക്കുള്ളൊരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? കേക്കുള്ള ഇക്വേഷൻ നോക്കൂ, K സമം 1/ρ ഇങ്ങനെ എഴുതാം. മറ്റൊരു ഇക്വേഷൻ K സമം 1/ρ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇനി G എന്ന് പറഞ്ഞാൽ K ഇൻറ്റു A/L ആണ്. നമ്മൾ പഠിച്ചതാണ്. A 1 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക, ലെങ്ത് 1 മീറ്റർ ആണെന്ന് കരുതുക. K സമം G എന്ന് വന്നു. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. എപ്പോൾ കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കണം, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. സോ കണ്ടക്ടിവിറ്റി ഈസ് കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഹാവിംഗ് 1 മീറ്റർ ലെങ്ത് ആൻഡ് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ ഇക്വേഷനൊക്കെ എഴുതി ഈ ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്താണ്? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/r ആണ്. അപ്പോൾ 1/Ω, 1/Ω എന്ന് പറയുമ്പോൾ ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ MHO മോ എന്ന് എഴുതാം, അല്ലെങ്കിൽ സിമൻസ് എന്ന് എഴുതാം. അപ്പോൾ കണ്ടക്ടൻസിന് 3 യൂണിറ്റ് ഉണ്ട്, ഏത് എഴുതിയാലും കുഴപ്പമില്ല. അടുത്തത്, യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഈസ് 1/ρ ആണ് കണ്ടക്ടിവിറ്റി അല്ലേ, 1/Ω മീറ്റർ ആണ്. അപ്പോൾ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓം ഇൻവേഴ്സിന് പകരം സിമൻസ് എസ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ എസ് മീറ്റർ ഇൻവേഴ്സ്, ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എനി ഗിവൻ കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷനിലായാലും കുഴപ്പമില്ല. അതെന്താണ്? ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോള്യം ഓഫ് ദ സൊല്യൂഷൻ. യൂണിറ്റ് വോള്യത്തിൻ്റെ കണ്ടക്ടൻസ് ആണ്. ഈ സൊല്യൂഷൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? കെപ്റ്റ് ബിറ്റ്വീൻ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ ഇടയിലാണ് യൂണിറ്റ് വോള്യം സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടക്ടൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ. ഇനി ഇലക്ട്രോഡുകളുടെ പ്രത്യേകത എന്താണ്? യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റിയാണ്. അതായത് 1 മീറ്റർ സ്ക്വയർ ആവാം, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, ആ രീതിയിൽ. ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. ഈ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? യൂണിറ്റിയാണ്, 1 മീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്നതുപോലെ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ അകലത്തിൽ വെച്ചിരിക്കുന്ന 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ആണ്, 1 മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ യൂണിറ്റിയാണ് എന്ന് കരുതുക. ഈ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ ഇടയിൽ വെച്ചിരിക്കുന്ന യൂണിറ്റ് വോള്യം സൊല്യൂഷൻ്റെ കണ്ടക്ടൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി.
കുറച്ച് വലിയ ഡെഫിനിഷനാണ്, എഴുതി പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് മെറ്റാലിക് കണ്ടക്ഷൻ ഓർ ഇലക്ട്രോണിക് കണ്ടക്ഷൻ. മെറ്റൽസിലൂടെയുള്ള കണ്ടക്ഷനെയാണ് മെറ്റാലിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഇലക്ട്രോണിക് കണ്ടക്ഷൻ എന്ന് വിളിക്കും. കാരണം മെറ്റലിൽ കറണ്ടിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഇലക്ട്രോണുകളാണ്, കറണ്ടിനെ ക്യാരി ചെയ്യുന്നത് ഇലക്ട്രോണുകളാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് മെറ്റാലിക് കണ്ടക്ഷനെ സ്വാധീനിക്കുന്നത്? ഒന്ന്, നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ, മെറ്റലിനനുസരിച്ച് വ്യത്യാസപ്പെടും. രണ്ട്, നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിയാൽ കണ്ടക്ടൻസ് കൂടും. ടെമ്പറേച്ചർ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ കൂടിയാൽ മെറ്റാലിക് കണ്ടക്ഷൻ കുറയും. മെറ്റാലിക് കണ്ടക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ് അതിൻ്റെ കാരണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ കണ്ടക്ടൻസ് കുറയും. റീസൺ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റൽ ഇൻക്രീസസ്. ഇതൊക്കെയാണ് മെറ്റാലിക് കണ്ടക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എല്ലാ പോയിന്റും എഴുതിയെടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഇലക്ട്രോളിറ്റിക് ഓർ അയോണിക് കണ്ടക്ഷൻ. ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ അയോണുകളാണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകളാണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കണ്ടക്ഷൻ മാറും. രണ്ട്, സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെയർ സോൾവേഷൻ. ഇലക്ട്രോലൈറ്റുകളിൽ നിന്ന് അയോൺ കിട്ടും, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. ഈ അയോണുകളുടെ വലുപ്പത്തെ ഡിപ്പെൻഡ് ചെയ്യും. ചെറിയ അയോണുകൾക്ക് സോൾവേഷൻ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ Na+ Cl- ആയിട്ട് മാറും. Na+ ചെറുതാണ്. ഈ ചെറിയ അയോണിൻ്റെ ചുറ്റും സോൾവെൻ്റ് മോളിക്യൂൾസ്, അതായത് വാട്ടർ മോളിക്യൂൾസ് വന്ന് നിൽക്കും. ഇതിനെയാണ് സോൾവേഷൻ എന്ന് പറയുന്നത്. സോൾവേഷൻ സംഭവിച്ചാൽ അയോണിൻ്റെ വലുപ്പം കൂടും. ചെറിയ അയോണിൻ്റെ ചുറ്റും സോൾവെൻ്റ് മോളിക്യൂൾസ് വന്ന് നിൽക്കുമ്പോൾ അയോണിൻ്റെ വലുപ്പം കൂടും. വലുപ്പം കൂടിയാൽ ഇതിൻ്റെ ചലനം മെല്ലെയാവും. അതുകൊണ്ട് കണ്ടക്ഷൻ കുറയും. അപ്പോൾ നോക്കൂ, സ്മോളർ അയോൺസ് ഗെറ്റ് ഹെവിലി സോൾവേറ്റഡ് ആൻഡ് സോ ദെയർ സ്പീഡ് ഡിക്രീസസ്. അയോണുകൾക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. സോ സോൾവേഷൻ ഡിക്രീസസ് കണ്ടക്ഷൻ. അപ്പോൾ അയോണുകളുടെ വലിപ്പം കുറവാണെങ്കിൽ സോൾവേഷൻ നന്നായിട്ട് നടക്കും. സോൾവേഷൻ നന്നായിട്ട് നടന്നാൽ അല്ലേ സൈസ് കൂടും. സൈസ് കൂടിയാൽ അയോണുകൾക്ക് സ്പീഡിൽ പോകാൻ കഴിയില്ല. അപ്പോൾ സോൾവേഷൻ നടന്നാൽ കണ്ടക്ഷൻ കുറയും. ഓക്കെ, അടുത്ത പോയിന്റ്, നേച്ചർ ഓഫ് ദ സോൾവെന്റ് ആൻഡ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടിയാൽ അയോണുകൾക്ക് സ്പീഡിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടക്ഷൻ കുറയും. ആസ് വിസ്കോസിറ്റി ഓഫ് ദി സോൾവെന്റ് ഇൻക്രീസസ്, സ്പീഡ് ഓഫ് ദ അയോൺസ് ഡിക്രീസ് ആൻഡ് സോ കണ്ടക്ഷൻ ഡിക്രീസസ്. അടുത്തത്, കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അയോണിൻ്റെ സ്പീഡ് കൂടും. അതാണ് പ്രത്യേകത. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അയോണിൻ്റെ സ്പീഡ് കൂടും, കണ്ടക്ഷൻ കൂടും. ആസ് കോൺസെൻട്രേഷൻ ഡിക്രീസസ്, സ്പീഡ് ഓഫ് ദ അയോൺസ് ഇൻക്രീസ് ആൻഡ് സോ കണ്ടക്ഷൻ ഇൻക്രീസസ്. അടുത്ത ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ കൂടും. അല്ലേ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അതിൻ്റെ കാരണം എന്താ? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, സ്പീഡ് ഓഫ് ദ അയോൺസ് ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അയോണുകൾ വേഗത്തിൽ ചലിക്കും. അതുകൊണ്ട് കണ്ടക്ഷൻ കൂടും. ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കണം. എന്തൊക്കെയാണ് പഠിച്ചത്? റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ്, ഡെഫിനിഷൻസ് എല്ലാം നോക്കി വയ്ക്കണം. പിന്നെ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെഫിനിഷൻ പഠിച്ചു.
പിന്നെ മെറ്റാലിക് കണ്ടക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പിന്നെയോ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കണം. പൊതുവെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.